പി.വി. അൻവർ എം.എൽ.എ. തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. തത്സമയം ശ്രീ പി.വി. അൻവർ എം.എൽ.എ. നമസ്കാരം. ഇന്ന് താങ്കൾ നടത്തിയ വാർത്താ സമ്മേളനം അത് ഒരുപാട് രാഷ്ട്രീയ ബോംബുകൾ എറിഞ്ഞാണ് താങ്കൾ അവിടെ നിന്ന് എഴുന്നേറ്റത് എന്ന് മനസ്സിലാക്കണം. പി ശശിക്കെതിരായിട്ടുള്ള ആരോപണം ആദ്യം ചോദിക്കട്ടെ. അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയിൽ പരാജയമാണ് എന്ന് താങ്കൾ ഉന്നയിക്കുന്നത് മറ്റേ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ജയിലിൽ അടയ്ക്കപ്പെട്ട സാഹചര്യത്തിലാണോ അതോ മറ്റു വിഷയങ്ങളിലും സമാനമായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ശ്രീ അൻവർ കേൾക്കാൻ കഴിയുന്നുണ്ടോ താങ്കൾക്ക്? കേൾക്കാം. ഓക്കെ, ഞാൻ ചോദിച്ചത് കേട്ടില്ലെന്ന് തോന്നുന്നു. പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അദ്ദേഹം ഒരു പരാജയമാണ് എന്നുള്ള ആരോപണം ഉന്നയിക്കാനുള്ള, ആക്ഷേപം ഉന്നയിക്കാനുള്ള സാഹചര്യം അത് ഈ പാർട്ടി പ്രവർത്തകരെ ജയിലിലടച്ച വിവരം അറിയിച്ചത് മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും കാര്യം കൂടി ഉണ്ടോ അതിന് പിന്നിൽ? ഞാനത് വിശദീകരിക്കേണ്ട സുഹൃത്തെ 1.5 മണിക്കൂർ വിശദീകരിച്ചു. ഞങ്ങളുടെ ടീം ഫുള്ള് ഇവിടെ ഉണ്ടായിരുന്നു. അനുമോദ് സംവിധാനമൊക്കെ അതിലെല്ലാം ക്ലിയറാണ്. അതല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. അല്ല, അതിൽ സംശയം ഈ മുഖ്യമന്ത്രിയുമായിട്ട് ഇതൊക്കെ സംസാരിക്കാൻ കഴിയുന്നില്ലേ? താങ്കൾക്ക് വളരെ ഈസിലി റീച്ചബിൾ ആയിട്ടുള്ള ഒരാളല്ലേ സിഎമ്മിന്റെ അടുത്ത് ഡയറക്റ്റ് ഇത് പറഞ്ഞുകൂടായിരുന്നു? അല്ല, അതിന് സമയമായിട്ടില്ല. അതാവുമ്പോൾ ഞാൻ പറയും. അല്ല, ആ സംശയം ഉന്നയിക്കാൻ കാരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ സമയമായിട്ടില്ല. അതാകുമ്പോൾ ഞാൻ പറയും. അല്ല, അത് എനിക്ക് സമയമായിട്ടില്ല. അതും ഞാനത് വിശദീകരിക്കുന്നുണ്ട്. എപ്പോൾ മുഖ്യമന്ത്രിയെ കാണും, എപ്പോൾ പറയുന്നൊക്കെ. നിങ്ങളെ വാർത്ത ഒന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1.5 മണിക്കൂറോ എന്തോ ഉണ്ടത് കേട്ടിരുന്നു. ശ്രീ അൻവർ, ഇനി മറ്റൊന്ന് ഈ ADGP അജിത് കുമാറിനെതിരെ ഉന്നയിച്ച കാര്യങ്ങളാണ്. അതിനു മുമ്പ് ഈ സുജിത് ദാസ് SP താങ്കളെ ഇങ്ങോട്ട് ഫോൺ വിളിക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? അന്ന് ആ മരംവെട്ട് കേസിലെ കാര്യത്തിൽ മാത്രമാണോ? അല്ല, അത് നിങ്ങളത് കേട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നിങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ. പിന്നെന്തിനാ ചോദിക്കുന്നത്? യു നോ ദാറ്റ് വെരി വെൽ. എന്തുകൊണ്ടാണ് സുജിത് ദാസ് വിളിച്ചതെന്നുള്ളത്. പിന്നെന്താ അതാ ചോദ്യം? അത് പോട്ടെ, വേറെ വല്ലതും ഉണ്ടെങ്കിൽ പറയൂ പ്ലീസ്. ഇതിൽ മറ്റൊരു സംശയം ശ്രീ താങ്കളുടെ വാർത്താ സമ്മേളനം പൂർണ്ണമായും ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ, ഇത്തരം ആരോപണങ്ങൾ ഒക്കെ ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം അത് മറ്റു ചില രാഷ്ട്രീയ ആലോചനകൾ കൊണ്ടാണ് എന്നുള്ള വിമർശനമോ വിലയിരുത്തലോ ഒക്കെ ഒരുപാടുണ്ടാകുന്നുണ്ട്. അതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? താങ്കൾ ഇന്നത്തെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ അതിൻ്റെ ആൻസർ അതിലുണ്ട്. അത് രക്തസാക്ഷികൾക്ക് വേണ്ടിയാണ് എന്നുള്ളത്. അതിനപ്പുറത്തേക്കുള്ള വിലയിരുത്തൽ വരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ ചോദിച്ചത്. അല്ല, അതൊക്കെ താങ്കൾ വായിച്ചിട്ട് എൻ്റെ പൊന്ന സുഹൃത്ത് പിന്നെന്തിനാ അത് ചോദിക്കുന്നത്? അതങ്ങനെ പോയില്ല. അത് ക്ലിയർ അല്ലേ? ദാറ്റ് ഇസ് മൈ ഫേസ്ബുക്ക് മൈ റൈറ്റിംഗ്. ശ്രീ അൻവർ, ഈ നിയുക്ത LDF കൺവീനർ TP രാമകൃഷ്ണൻ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം താങ്കളിൽ നിന്ന് ആവശ്യപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി എങ്ങനെ നൽകും? അല്ല, അതെൻ്റെ ഉത്തരവാദിത്തമല്ലേ, അത് ഞാൻ നിർവഹിക്കാൻ. താങ്കൾ അതിൽ ബേജാറാവണ്ട. ഒരു തരത്തിൽ എനിക്ക് ബേജാറില്ല. പക്ഷേ താങ്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ ഈ LDF-ലെ പ്രവർത്തകരൊക്കെ. അതൊക്കെ അപ്പോഴല്ലേ മാഷേ, അപ്പം നമുക്ക് നോക്കാം. ഡോണ്ട് വറി. വളരെ കോൺഫിഡന്റ് ആണ് പി എന്ന് ഉന്നയിച്ച കാര്യങ്ങളെല്ലാം. കുറച്ച് കാര്യം ഞാൻ അനുമോദനോട് പറഞ്ഞിട്ടുണ്ട്. അവനോട് ചോദിച്ചാൽ അല്ല, നിങ്ങളുടെ ലേഖകൻ അനുമോദൻ നമ്മളൊരു സുഹൃത്താണ്. അവനോട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അനുമോദനായിട്ട് ബന്ധപ്പെട്ടാൽ അറിയാൻ പറ്റും, പേഴ്സണലായിട്ട് അറിയേണ്ട കാര്യങ്ങൾ. ഞാൻ ആദ്യം ചോദിച്ചതിന്റെ ഒരു കാര്യം, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുക എന്നുള്ള ആഗ്രഹമൊക്കെ PV അൻവർ MLA ഉണ്ട് എന്നുള്ളൊരു ചില മാധ്യമങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ്? വളഞ്ഞ കുളത്തുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട. മൈ ഡിയർ ബ്രദർ, ഈ വളഞ്ഞ കുളത്തുമായിട്ട് വരണ്ട. അത് നിങ്ങളൊരു വളഞ്ഞ കുളത്തുമായി എൻ്റെ അടുത്തേക്ക് വരണ്ട. അതിങ്ങനെ തിരിഞ്ഞ് നിങ്ങളെ കഴുത്ത് കൊടുങ്ങും. ലീവ് ഇറ്റ്. എന്റെ കഴുത്തിൽ കൊടുങ്ങില്ല. പറഞ്ഞല്ലോ ഫേസ്ബുക്ക് പോസ്റ്റ്. അതൊക്കെ വെറുതെ തോന്നുക. ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കഴുത്തിൽ കുടുങ്ങിക്കൊണ്ടിരിക്കുന്നവരോരുത്തരുടെ. പോട്ടെ, ശരി. അപ്പോ ഒരു കാര്യം കൂടി, ഈ സുജിത് എന്തോ തിരുവനന്തപുരത്താണ്, തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്നാണ്.
ട്രിവാൻഡ്രത്താണ്. അതെ അതെ അതെ. അവിടെ മഴയുണ്ടോ? മഴയുണ്ട്, നല്ല മഴയുണ്ട്. രാഷ്ട്രീയമായിട്ടും നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല മഴ വരാൻ പോവാണ്. ആണ്. ഇവിടെ നല്ല കറുത്ത കാർമേഘം വന്നിട്ടുണ്ട്. മഴ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നോക്കുന്നത്. ഇതൊന്ന് പെയ്ത് ഇറങ്ങണ്ടേ? ഈ കാർമേഘം ഉരുണ്ടുകൂടിയതെന്ന് നീങ്ങുമോ എന്നുള്ള ആലോചന വേറെ എന്തെങ്കിലും ഉണ്ടോ സഹോദര? അല്ല, ഞാൻ ചോദിച്ചത് ഈ സുജിത് ദാസിനെതിരെയുള്ള ആരോപണം കൂടി ഉണ്ടല്ലോ. പ്രത്യേകിച്ചും തൊട്ട് മുമ്പ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം സ്ഥിരമായിട്ട് നിൽക്കില്ലല്ലോ. അതെ അതെ അതെ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേരുന്നത് താങ്കളുടെ ഈ വാർത്താ സമ്മേളനം തൊട്ടു പിന്നാലെ ഈ പോലീസിൽ ഇങ്ങനെ വലിയൊരു ലോബിങ് ഉണ്ട് എന്നുള്ളത് ഏറെക്കാലമായിട്ടുള്ള ആരോപണവും ഒക്കെയാണ്. അതിനും അപ്പുറത്തേക്ക് ഇനിയും കൂടുതൽ എന്തെങ്കിലും താങ്കൾക്ക് വെളിപ്പെടുത്താൻ, ഇനിയും ഫോൺ റെക്കോർഡുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അത് ഇനിയും വെളിപ്പെടുത്തുമ്പോൾ വരും ദിവസങ്ങളിൽ അത്തരം സാധ്യതയുണ്ടോ? പറഞ്ഞു കഴിഞ്ഞല്ലോ. വെളിപ്പെടുത്തലുകൾ എൻ്റെത് മാത്രമല്ല, വേറെയും പലതൊക്കെ വരും. അല്ല, ഫോൺ കോളുകൾ ഇനിയും ഉണ്ടോ? ഫോൺ റെക്കോർഡുകൾ നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ഇഷ്ടംപോലെ സബ്ജക്റ്റ് ഉണ്ട്. നിങ്ങൾ പേടിക്കണ്ട, പലതും വരും. ഇന്നതെന്നില്ലതല്ല, ഇനിയും പുറത്തു വിടും. ഇന്നത്തെ ഫുള്ള് കേട്ടോ? ഇന്നത്തെ കേട്ടു. അല്ല, ഇന്നത്തെ ഫുള്ള് താങ്കൾ കേട്ടോ? കേട്ടിരുന്നു. ഞങ്ങൾ ലൈവായി കേട്ടിരുന്നു. മുഴുവനായി കേട്ടോ? മുഴുവനായി കേട്ടിരുന്നു. എന്ത് തോന്നി താങ്കൾക്ക്? അതിൽ മറുപടി പറയേണ്ടത് ഞാനല്ലോ. അല്ല, എന്നിട്ട് എന്താ തോന്നിയത് താങ്കൾക്ക്? താങ്കൾ ഇനിയും റെക്കോർഡുകൾ കയ്യിലുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പുറത്തുവിടുന്നു എന്നാണ് സൂചിപ്പിച്ചത്. ഞാൻ ആ റെക്കോർഡുകളെ പറ്റിയാണ് ചോദിച്ചത്. അല്ല, ഞാൻ ചോദിച്ചു, അതെന്നാ ഉത്തരം പറയാം. അങ്ങോട്ട് ചോദിക്കാമല്ലോ. താങ്കൾ 30 മിനിറ്റ് അത് കേട്ടിട്ട് താങ്കൾ ഒരു സാധാരണ ഒരു പൗരൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് എന്താ തോന്നിയത്? ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി പറയുന്നതിനെ അവിശ്വസിക്കേണ്ട സാഹചര്യം ഇല്ലല്ലോ ഒരു മാധ്യമ പ്രവർത്തകന്. മാധ്യമപ്രവർത്തനം വിടേ, MLA-യും വിടൂ. ഞാനൊരു സാധാരണക്കാരൻ, നിങ്ങളൊരു തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയച്ച ജനപ്രതിനിധിയാണ്. ഞാൻ സാധാരണക്കാരനാണ്, ഞാൻ MLA ആണ്. അല്ല, ഞാൻ പറയുന്നത് താങ്കൾക്ക് മനസ്സിലായില്ല. ഞാൻ MLA ആണ്, താങ്കൾ പത്രപ്രവർത്തകനാണ്. അത് സമ്മതിച്ചു, എല്ലാവർക്കും അറിയാലോ. അത് മാറ്റിവെക്ക തൽക്കാലം, ഒരു മിനിറ്റിന്. ഞാൻ MLA അല്ല, താങ്കൾ പത്രപ്രവർത്തനമല്ല. നമ്മൾ രണ്ടാളും ഈ നാട്ടിലെ സാധാരണ പൗരന്മാരാ. ആ ഒരു ആംഗിൾ താങ്കൾക്ക് എന്താ തോന്നിയത്? അല്ല, ഞാൻ അതിനോട് ചേർത്തൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ADGPയുടെ ഭാര്യയുടെ ഫോൺ കോളൊക്കെ താങ്കളെ കിട്ടിയെന്ന് പറഞ്ഞു. ഇത് ചോർത്തുന്ന ഒരു സാഹചര്യം അത് എങ്ങനെയാണ്? അതൊരു MLA-ക്കൊക്കെ ചേർന്നതാണോ ശ്രീ PV അൻവർ? എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ എനിക്ക് പ്രശ്നമില്ല. അല്ല, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, താങ്കൾ ഒരു സാധാരണക്കാരനാണ്. സാധാരണക്കാരനായി എനിക്ക് ഒരാൾ ഫോൺ കോൾ ചോർത്തുക എളുപ്പമല്ല. അല്ല, ഞാൻ ചോർത്തിയ ഫോൺ കോൾ എന്താണ്? അരമന രഹസ്യമില്ലല്ലോ, ഭാര്യയും ഭർത്താവും പറയുന്ന കിന്നാരല്ലോ, സ്നേഹസംഭാഷണമല്ലോ, രാജ്യദ്രോഹത്തിന് ഇല്ലെങ്കിൽ ഇവിടുത്തെ അല്ല അത് പറയൂ. അല്ല, ഞാൻ ചോർത്തിയത് എന്താണ്? അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള സംഭാഷണമാണോ? ആണോ? അതായത് ആ ഫോൺ സംഭാഷണത്തിൽ എന്തുണ്ട് നിങ്ങൾക്ക് ഈ ചോദ്യം ചോദിക്കാൻ എന്നോട് എന്തോ അല്ലല്ല, അങ്ങനെ പോവല്ലേ, പ്ലീസ്, അങ്ങനെ പോവല്ലേ? ആണോ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. അല്ല, ഒരു തരത്തിലും മറ്റൊരാളുടെ സ്വകാര്യ സംഭാഷണം സ്വകാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് ഒരു ബിസിനസ് ഡീൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സാധാരണ സംഭാഷണം ആയിക്കോട്ടെ, അത് ചോർത്തുക എന്ന് പറയുന്നത് അതൊരു നേരായ വഴിയല്ലല്ലോ ശ്രീ PV അൻവർ. ചോർത്താൻ പാടില്ല, ശരിയല്ല. അപ്പൊ താങ്കൾ അജിത് കുമാറിന്റെ സുഹൃത്താണോ? എനിക്ക് അജിത് കുമാറിന്റെ വ്യക്തിപരം ഒരു പരിചയം പോലും ഇല്ല. അല്ല, പിന്നീട് പുറത്തുവിടുമെന്ന് താങ്കൾ തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, അതുകൊണ്ട് ചോദിച്ചതാണ്. അർജന്റായിട്ട് നിങ്ങൾ പരിചയപ്പെടണം. അല്ല, നിങ്ങൾക്ക് അജിത് കുമാറിനെ അറിയില്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയിട്ട് ഇപ്പൊ പരിചയപ്പെടണം. കാരണം ഈ ഫോൺ സംഭാഷണം പുറത്തുവിട്ടത് മോശമാണെങ്കിൽ അദ്ദേഹത്തെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി എന്ന ഫോൺ സംഭാഷണം പുറത്തുവിട്ടത് മോശമായല്ല. ഞാൻ ചോദിച്ച ചോദ്യം വളരെ കൃത്യമായിരുന്നു ശ്രീ PV അൻവർ. എങ്ങനെ ഇത് ചോർത്താൻ കഴിയുന്നു? ഒരു സാധാരണക്കാരനായ താങ്കൾക്ക് എങ്ങനെ ചോർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് കഴിയുന്നില്ല, അതുകൊണ്ടാണ്. അല്ല, അതൊക്കെ ഇപ്പൊ പറയോ? എനിക്ക് ഇനിയും ചോർത്തണ്ടേ? ഇതൊക്കെ ചോർത്തിയത് എങ്ങനെയാ നിങ്ങളോട് പറയാൻ പറ്റുമോ? എനിക്ക് ഇനിയും ചോർത്തണ്ടേ? അപ്പൊ ഇനിയും ഈ പറയുന്ന പോലെ ഒരുപാട് ലീക്സ് ഇനിയും ഉണ്ടാവും അല്ലേ? എന്തൊരു കഷ്ടാണ്. അതെ നോക്കാം നമുക്ക്. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ അജിത് കുമാർ ഒരു മന്ത്രിമാരുടെ ഉൾപ്പെടെ ഫോൺ കോൾ ചോർത്താൻ അസിസ്റ്റന്റിനെ നിയോഗിച്ചിട്ടുണ്ടെന്ന് താങ്കൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്?
ഒരു തെറ്റില്ല, നല്ല കാര്യമല്ലേ, ചെയ്യട്ടെ, അതെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. അദ്ദേഹം ചോർത്തിക്കൊണ്ടേ ഇരിക്കട്ടെ. ശരി, ഓക്കെ. വിദഗ്ധൻ എന്നൊരു പേരും കൂടെ വരും, അത് കൊടുക്കാൻ നോക്കി ലാസ്റ്റ്. എന്ത് വ്യക്തമായില്ല. ഓക്കെ, MLA പറഞ്ഞ കേട്ടില്ല. ഒരു ചോർത്തൽ വിദഗ്ധൻ എന്നൊരു പേരും കൂടി അജിത് കുമാറിന് കൊടുക്കാന്ന്. പട്ടം ചാർത്തി കൊടുക്കട്ടെ. ഓക്കെ, അല്ല അപ്പോൾ കാര്യം താങ്കൾ സൂചിപ്പിച്ചല്ലോ. അപ്പൊ ചോർത്തൽ വിദഗ്ധൻ മറുവശത്ത് PV അൻവർ MLA കൂടി ചേർത്ത് എഴുതപ്പെടില്ലേ എന്നുള്ള സംശയമാണ് സാധാരണക്കാർക്കുണ്ടാവുക. അനുമോദ് വിശന്ന അതെ, അല്ല അത് കുഴപ്പമില്ല. PV അൻവറിന് നിങ്ങളൊക്കെ കുറേ ചാർത്തി തന്നല്ലോ. ആ കൂട്ടത്തിൽ ചോർത്തൽ അൻവർ, ജപ്പാൻ അൻവർ, മഴക്കാർ അൻവർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചോർത്തൽ അൻവർ കൂടി ചേർത്തോ, സന്തോഷമേ ഉള്ളൂ. ശരി, എന്താണല്ലോ നിർത്തിക്കോട്ടെ. അനുമോദിന് വിശക്കുന്നത് എനിക്ക് വിശക്കുന്നുണ്ട്. ആണോ? ഉറപ്പായിട്ടും നന്നായി ഭക്ഷണം കഴിക്കുക. വലിയൊരു രാഷ്ട്രീയ വിഭാഗത്തിന് തിരികൊളുത്തിയ ദിവസം കൂടിയല്ലേ. താങ്ക് യു സോ മച്ച്. എന്തായാലും PV അൻവർ MLA ആണ് നമ്മോടൊപ്പം തത്സമയം ചേർന്നത്. MLA എന്താണെങ്കിലും കൂടുതൽ പരിധി വിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാണ്. പറഞ്ഞ കാര്യങ്ങളിൽ മാത്രം നിൽക്കുന്നു.